നമസ്തേ, സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് മഹാശിവരാത്രിയെ കുറിച്ചാണ് പറയുന്നത്. മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി. 2026 ഫെബ്രുവരി 15 ഞായറാഴ്ചയാണ് ഈ വർഷത്തെ മഹാശിവരാത്രി വ്രതം വന്നിരിക്കുന്നത്. ഭഗവാൻ ശിവന്റെ പ്രീതിക്കായി ഭക്തർക്ക് അനുഷ്ഠിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണിത്. ആദ്യം തന്നെ എന്താണ് ഈ ദിവസത്തിന് ഇത്രയും പ്രാധാന്യം എന്ന് നോക്കാം. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് 3 പ്രധാന ഐതിഹ്യങ്ങളാണുള്ളത്. ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഇങ്ങനെയാണ്. ദേവാസുരന്മാർ അമൃത് ലഭിക്കാനായി പാലാഴി മദനം നടത്തുമ്പോൾ അതിൽ നിന്നും മാരകമായ ഹലാഹല വിഷം അഥവാ കാളകൂട വിഷം ഉയർന്നു വന്നു. ഈ വിഷത്തിനാൽ ലോകം മുഴുവൻ നശിക്കുമെന്ന് കണ്ട ഭഗവാൻ ശിവൻ ആ വിഷം പാനം ചെയ്തു. എന്നാൽ ഭഗവാന്റെ ഉള്ളിലേക്ക് ആ വിഷം പോകാതിരിക്കാൻ പാർവതി ദേവി അദ്ദേഹത്തിന്റെ കഴുത്തില് അമർത്തി പിടിക്കുകയും ചെയ്തു. ആ സമയം വിഷം പുറത്തേക്ക് വീഴാതിരിക്കാനായി ഭഗവാൻ വിഷ്ണുവും ശിവന്റെ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. ഇങ്ങനെ കാളകൂട വിഷം ഭഗവാൻ ശിവന്റെ തൊണ്ടയിൽ തന്നെ തങ്ങി നിന്ന് ആ ഭാഗം നീല നിറമായി മാറിയത്രേ. ശേഷം ഭഗവാൻ നീലകണ്ഠൻ എന്ന പേരിലും അറിയപ്പെട്ടു. ലോകരക്ഷാർത്ഥം വിഷം പാനം ചെയ്ത ഭഗവാന് ആപത്തൊന്നും ഉണ്ടാകാതിരിക്കാൻ ആ രാത്രി മുഴുവൻ സകല ദേവീദേവന്മാരും ഭക്തരും ഉറക്കമൊഴിഞ്ഞു പ്രാർത്ഥിച്ചു. ഇതിന്റെ സ്മരണാർത്ഥമായാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. മറ്റൊരു ഐതിഹ്യം അനുസരിച്ച് ബ്രഹ്മാവും വിഷ്ണുവും തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന തർക്കം നടന്നുവെന്നും ആ സമയം ഭഗവാൻ ശിവൻ വലിയൊരു അഗ്നിസ്തംഭമായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടെന്നും ഈ ലിംഗത്തിന്റെ ആദിയും അന്തവും കണ്ടുപിടിക്കാനായി ബ്രഹ്മാവും വിഷ്ണുവും തീരുമാനിച്ചു. അങ്ങനെ ബ്രഹ്മാവ് ഹംസമായി മുകളിലേക്കും വിഷ്ണു വാരാഹമായി താഴേക്കും സഞ്ചരിച്ചു. എന്നാൽ രണ്ടുപേർക്കും അത് കണ്ടെത്താനായില്ല. അങ്ങനെ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും തർക്കം അവരുടെ അഹങ്കാരം ശമിപ്പിക്കാനായി മഹാദേവൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷമായ ഒരു ദിവസമായും ഈ ദിവസത്തെ കണക്കാക്കുന്നു. മൂന്നാമത്തെ ഐതിഹ്യം ഇങ്ങനെയാണ്. വേട്ടക്കാരനായ ലുപ്തകന്റെ കഥയാണ് ഇവിടെ പറയുന്നത്. ഒരിക്കൽ വേട്ടയാടാനായി ലുപ്തകൻ എന്ന വേട്ടക്കാരൻ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. എന്നാൽ കുറെ നേരമായിട്ടും അദ്ദേഹത്തിന് ഭക്ഷണമൊന്നും ലഭിച്ചില്ല. തിരികെ പോകാനായി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് വഴി തെറ്റുകയും ചെയ്തു. അങ്ങനെ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ അദ്ദേഹം വന്യമൃഗത്തിൽ നിന്നും രക്ഷ നേടാനായി ഒരു മരത്തിൽ കയറിയിരുന്നു. അതൊരു കൂവളമരമായിരുന്നു. രാത്രിയിൽ ഉറക്കം വരാതിരിക്കാൻ അയാൾ കൂവളത്തിന്റെ ഇലകൾ ഓരോന്നായി താഴേക്കിട്ടു. അത് താഴെ ഉണ്ടായിരുന്ന ഒരു ശിവലിംഗത്തിലേക്കാണ് വീണത്. അറിയാതെയാണെങ്കിലും ഒരു ശിവരാത്രി നാളിൽ വ്രതമെടുക്കുകയും കൂവള ഇലകൾ ശിവലിംഗത്തിൽ അർപ്പിക്കുകയും ചെയ്ത ലുപ്തകന് ഭഗവാൻ മോക്ഷം നൽകി അനുഗ്രഹിച്ചു എന്നതാണ് മറ്റൊരു ഐതിഹ്യം. ഈ 3 ഐതിഹ്യങ്ങൾ കൂടാതെ ചില സ്ഥലങ്ങളില് ശിവന്റെയും പാർവതി ദേവിയുടെയും വിവാഹ ദിവസമാണ് ശിവരാത്രി എന്നും പറയപ്പെടുന്നുണ്ട്. ഐതിഹ്യം ഏത് തന്നെ ആയാലും ഈ ഒരു ദിവസം വ്രതമെടുത്ത് ശിവസ്മരണയിൽ ലയിക്കുന്നതിലൂടെ ഭഗവാന്റെ സർവ്വ അനുഗ്രഹങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ്. ഇനി എങ്ങനെയാണ് വ്രതരീതി എന്ന് നോക്കാം. പ്രധാനമായിട്ടും 3 ദിവസമായിട്ടാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. ശിവരാത്രിയുടെ തലേ ദിവസം മുതൽ പിന്നീട് ശിവരാത്രി ദിവസം ശേഷം പിറ്റേ ദിവസം, ഇങ്ങനെ 3 ദിവസമായിട്ടാണ് വ്രതം അനുഷ്ഠിക്കാറ്. ചിലർ ശിവരാത്രി ദിവസം മാത്രമായും വ്രതം എടുക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് 3 ദിവസത്തെ വ്രത രീതി എന്ന് നോക്കാം. ആദ്യം തന്നെ തലേ ദിവസമായ ഫെബ്രുവരി 14 ശനിയാഴ്ച നമ്മൾ ഒരിക്കലൂണായിട്ടാണ് വ്രതം നോക്കേണ്ടത്. ഈ തലേ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ വീടൊക്കെ ശുചിയാക്കേണ്ട ദിവസമാണ്. വളരെ ശുദ്ധമാക്കേണ്ട ദിവസമാണിത്. അതായത് ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കുക. മറ്റുള്ള നേരങ്ങളിൽ ഗോതമ്പ്, റാഗി, റവ തുടങ്ങിയവ ചേർത്തുണ്ടാക്കിയ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അപ്പോൾ ആ ദിവസം കഴിഞ്ഞിട്ട് ശിവരാത്രി ദിവസം നമ്മൾ പൂർണ്ണമായ ഉപവാസമായോ ലഘുഭക്ഷണങ്ങൾ കഴിച്ചോ വ്രതം എടുക്കാം. പൂർണ്ണമായ ഉപവാസം എന്ന് പറയുമ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാതെ വ്രതം എടുക്കാം. അല്ലെങ്കിൽ ലഘുഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പഴമോ പാലോ മാത്രം കഴിച്ചും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. എന്നാൽ ഇത് രണ്ടും സാധിക്കാത്തവർ ഒരിക്കലൂണായിട്ട് തന്നെ ശിവരാത്രി വ്രതം എടുക്കാവുന്നതാണ്. ഏതാണോ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുയോജ്യമായ ഭക്ഷണക്രമം അത് തന്നെ തിരഞ്ഞെടുക്കുക. ശിവരാത്രി ദിവസം അതിരാവിലെ തന്നെ ഉണർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ശുദ്ധമായി നമ്മൾ ഭസ്മം ധരിക്കണം. വീട്ടില് ഭസ്മം ഉണ്ടെങ്കിൽ ഭസ്മം ധരിക്കാവുന്നതാണ്. അതിനുശേഷം രുദ്രാക്ഷമാല ധരിക്കുന്നവർക്ക് രുദ്രാക്ഷമാല ധരിച്ച് അടുത്തുള്ള ശിവക്ഷേത്രത്തില് ദർശനം നടത്തണം. ആ ഒരു ദിവസം മുഴുവൻ നമ്മൾ ശിവമന്ത്രങ്ങളിലും ശിവസ്മരണയിലും വേണം കഴിച്ചുകൂട്ടാൻ. രാത്രിയിൽ ഉറക്കമൊഴിയാൻ സാധിക്കുന്നവർക്ക്, അതായത് ഇതിനെ ജാഗരണ എന്നാണ് പറയുന്നത്, ഉറക്കമൊഴിയാവുന്നതാണ്. ആരോഗ്യസ്ഥിതി അനുവദിക്കുമെങ്കിൽ മാത്രം ഉറക്കമൊഴിയുക. ഉറക്കമൊഴിയുന്നത് ശിവപുരാണങ്ങളൊക്കെ വായിച്ചും സത്സംഗമൊക്കെ കേട്ടും വേണം, അല്ലാതെ സിനിമയൊക്കെ കണ്ടല്ല. അപ്പോൾ നമ്മൾ പൂർണ്ണമായും ശിവനില് അർപ്പിച്ച് വേണം നമ്മൾ ഉറക്കമൊഴിയുവാണെങ്കിൽ ഉറക്കമൊഴിയാനായിട്ട്. അപ്പോൾ
അടുത്ത ദിവസം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തി അവിടുത്തെ തീർത്ഥം സേവിച്ച് വേണം വ്രതം അവസാനിപ്പിക്കേണ്ടത്. വ്രതം അവസാനിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് അവിടെ നമുക്ക് അന്നദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ അതും കൂടെ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായി കണ്ടുവരുന്നു. അപ്പൊ ശിവരാത്രി വ്രതം പൂർണ്ണമാകുന്നത് പിറ്റേ ദിവസം വ്രതം അവസാനിപ്പിക്കുന്ന ദിവസം കൂടെ നമ്മൾ വ്രതം എടുക്കുമ്പോഴാണ്. അതായത് നമ്മൾ അന്നും കൂടെ കഴിയുമെങ്കിൽ ഒരിക്കൽ ഊണായിട്ട് തന്നെ എടുക്കുക. പ്രത്യേകിച്ച് പൂർണ്ണമായ ഉപവാസമായിട്ട് വ്രതം എടുക്കുന്നവര് പിറ്റേ ദിവസം കൂടെ ഒരിക്കലൂണായിട്ട് വ്രതം എടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ 2 ദിവസം വളരെ ലഘുവായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ കഴിയില്ല. നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് അത് വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് 3-ാമത്തെ ദിവസം നമ്മൾ ഒരിക്കലൂണായിട്ട് തന്നെ വ്രതം എടുക്കാം എന്ന് പറയുന്നത്. പ്രധാനമായും ഈ വ്രതം എടുക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ മനഃശുദ്ധിക്ക് കൂടിയാണ് അല്ലെ. നമ്മള് വ്രതം എടുക്കുന്നതിലൂടെ നമ്മുടെ ഉദരം ശുദ്ധിയാവും. ഉദരം ശുദ്ധിയാകുന്നതിലൂടെ നമ്മുടെ ശരീരം ശുദ്ധിയാവും. ശരീരം ശുദ്ധിയാകുമ്പോൾ നമ്മുടെ മനസ്സും ശുദ്ധമാകും. ഈശ്വരനോട് കൂടുതലായി അടുക്കും. അങ്ങനെ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പൊ ശിവരാത്രിയുടെ അടുത്ത ദിവസം വരുന്നത് കർത്തവാവ് ദിവസം നമ്മൾക്ക് ബലിതർപ്പണം ചെയ്യാവുന്നതാണ്. പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുന്ന വളരെ നല്ലൊരു ദിവസമാണ്. അപ്പോൾ അന്ന് കഴിയുന്നവർക്ക് ബലി തർപ്പണം കൂടെ ചെയ്യാവുന്നതാണ്. ഇനി ശിവരാത്രി ദിവസം നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശിവപ്രീതിക്കായിട്ട് എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പറയാം. ആദ്യം തന്നെ ഭഗവാന് ധാര സമർപ്പിക്കാം. ജലധാരയോ ക്ഷീരധാര, ക്ഷീരം എന്ന് പറഞ്ഞാൽ പാല് കൊണ്ടുള്ള ധാരയോ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ അഭിഷേക പ്രിയനായ ഭഗവാന് ഭസ്മം, പനിനീര്, ഇളനീര് എന്നിവ കൊണ്ട് അഭിഷേകവും നടത്താവുന്നതാണ്. ജ്ഞാനലബ്ധിക്കാൻ നെയ്വിളക്ക്, കാര്യസിദ്ധിക്ക് ത്രിമധുരം, കദളിപ്പഴ നിവേദ്യം, കൂടാതെ ശത്രുദോഷത്തിനായി രുദ്രസൂക്ത പുഷ്പാഞ്ജലി, ആയുരാരോഗ്യത്തിനായി മൃത്യുഞ്ജയ ഹോമം, പിൻവിളക്ക്, കർഗഹോമം എന്നിങ്ങനെ യഥേഷ്ടം വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കൂവളമാല ചാർത്തുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന സമർപ്പിക്കുന്നതും. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കഴിയുന്നത്, അതിൽ ഏതെങ്കിലും ഒരു വഴിപാടെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി അന്നേ ദിവസം എന്തൊക്കെ മന്ത്രങ്ങളാണ് ജപിക്കാൻ കഴിയുന്നത് എന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ശിവന്റെ പഞ്ചാക്ഷരി മന്ത്രം തന്നെയാണ്. ഓം നമ ശിവായ എന്ന മന്ത്രം കഴിയുന്നത്ര തവണ അന്ന് ജപിക്കാവുന്നതാണ്. കൂടാതെ ശിവസഹസ്രനാമം, ശിവാഷ്ടകം, താണ്ഡവ സ്തോത്രം, ഹാലാസ്യ മാഹാത്മ്യം, ശിവപുരാണങ്ങള്, മൃത്യുഞ്ജയ മന്ത്രം, ശിവകീർത്തനങ്ങളൊക്കെ ജപിക്കാവുന്നതാണ്. അന്ന് ജപിക്കാവുന്ന മറ്റു മന്ത്രങ്ങൾ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര തവണ ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മൃത്യുഞ്ജയ മന്ത്രം നമ്മൾ ജപിക്കുന്നതിലൂടെ ആരോഗ്യം, ദീർഘായുസ്, ശാന്തി, ഐശ്വര്യം, പുഷ്ടി, തുഷ്ടി, മോക്ഷം എന്നിവ ലഭിക്കുന്നതാണ്. അപ്പോൾ ജാതകത്തിൽ ആദിത്യ ദശാകാലമുള്ളവരും ശനി ദശാകാലമുള്ളവരും പ്രത്യേകമായിട്ട് ഈ ശിവരാത്രി വ്രതം എടുക്കേണ്ടതാണ്. കൂടാതെ ഇടവം, മിഥുനം, ധനുരാശിയിൽ ജനിച്ചവര് നിത്യവും ശിവഭജനം നടത്തുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതാണ്. ശിവപാർവതി വിവാഹ ദിവസമായും അറിയപ്പെടുന്നതിനാൽ മാംഗല്യവതികളായ സ്ത്രീകൾ ഈ ഒരു വ്രതം എടുക്കുന്നതിലൂടെ അവരുടെ ഭർത്താവിന് വളരെയധികം ദീർഘായുസ്സും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്. കൂടാതെ അവിവാഹിതർ ഈ ഒരു വ്രതം എടുക്കുന്നതിലൂടെ അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ കഴിയട്ടെ. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകട്ടെ. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി, നമസ്കാരം.